വർക്കേഴ്സിന്റെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ചു സർക്കാർ. മാർഗരേഖയ്ക്കെതിരെ ആശാ വർക്കേഴ്സ് പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണമെന്ന ആശമാരുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഷഫീദ്, ഈ മാർഗരേഖയിൽ പറയുന്ന ചില കാര്യങ്ങളിൽ ചില ഇളവുകൾക്ക് സർക്കാർ തയ്യാറാകുന്നു. പക്ഷെ അപ്പോഴും ആശമാർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ സമ്പൂർണ്ണ നിശബ്ദതയാണ് ഇപ്പോഴും, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. ഇത് വാക്കാൽ പറഞ്ഞ ഒരു കാര്യത്തിലെ മാറ്റം മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നത്. ആശാ വർക്കർമാർ സമരം തുടങ്ങുമ്പോഴടക്കം അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അതിലൊന്ന് ഈ ഓണറേറിയം കുടിശ്ശിക, 2 ഓണറേറിയം വർദ്ധിപ്പിക്കൽ, 3 ഈ വിരമിക്കൽ ആനുകൂല്യം, അതേപോലെ തന്നെ മറ്റൊന്നായിരുന്നു ഈ വിരമിക്കൽ പ്രായം എന്നുള്ളത്. ആ വിരമിക്കൽ പ്രായം 62 വയസ്സ്, അതായത് 62 വയസ്സാകുമ്പോൾ സ്വയം വിരമിക്കണം എന്നുള്ളതായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്ന കാര്യം. എന്നാൽ ഇപ്പോൾ അത് മരവിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. ആശാ വർക്കർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി അത് മരവിപ്പിച്ച് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ആശാ വർക്കർമാർ സംഘടിപ്പിക്കുകയും ആവർത്തിച്ച് ഇതൊരു ആവശ്യമായി അവർ പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരൊറ്റ ആവശ്യത്തിൽ മാത്രം സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണമെന്ന ആശമാരുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. മുൻപ് വാക്കാൽ പറഞ്ഞൊരു കാര്യത്തിൽ ഉത്തരവിറക്കുക മാത്രമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വിജയകുമാർ, യെസ്, നേരത്തെ നൽകിയ വാഗ്ദാനം സർക്കാർ പാലിക്കുന്നു. പുതുതായി ഒന്നുമില്ല. അവരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ചു സർക്കാരിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നു. പക്ഷേ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്ന അവരുടെ ആവശ്യം അംഗീകരിച്ചിട്ടുമില്ല. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.